Hi dears and welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലീറ്റഡ് സ്കേർട്ട് ആട്ടോ. പ്ലീറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കേർട്ടാണ് പ്ലീറ്റഡ് സ്കേർട്ട്. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിച്ചത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, പക്ഷേ ഞാൻ സാരി ആയിട്ടാണ് വാങ്ങിച്ചത്, മീഷോന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്പർ, പ്രൊഡക്റ്റ് നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 മീറ്ററാണ് പ്ലീറ്റഡ് മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. സാരിയിൽ നിന്ന് മുറിച്ചെടുത്താണ്, 2 മീറ്ററാണ് മുറിച്ചെടുത്തത്. അതേപോലെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്, അതും 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ 2 മീറ്റർ നമ്മൾ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ എടുത്ത് 37 ഇഞ്ചാണ് ഇതിൻ്റെ താഴത്തോട്ടുള്ള ലെങ്ത്ത് എടുത്തത്. പിന്നെ വിഡ്ത്തായി നമ്മൾ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ 2ആക്കിയിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 എഡ്ജുകളും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യുന്നത്, ഈ 2 എഡ്ജ് തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് 2 എഡ്ജ് വശം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയും വീതി ഉണ്ടല്ലോ, ഇതൊന്ന് വീതി ഒന്ന് കുറച്ചിട്ടെടുക്കണം വേസ്റ്റിൻ്റെ അവിടേക്ക്. അപ്പോൾ അത് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പ്ലീറ്റിൻ്റെ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ പ്ലീറ്റിങ്. അപ്പോൾ ഇതേ ചെറിയ പ്ലീറ്റ്സ് ചെയ്തിട്ടെടുക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം ഇവിടെ പിൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്ലീറ്റ്സ് ചെയ്യേണ്ടതെന്ന്. ഇനി ഇത് നമുക്ക് മൊത്തം ഒന്ന് വേസ്റ്റിൻ്റെ അവിടെ മൊത്തം ഇങ്ങനെ പ്ലീറ്റ്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഈ മെറ്റീരിയൽ നമുക്ക് സ്ട്രെയിറ്റ് പ്ലീറ്റിംഗ് ആണ് കാണാൻ പറ്റുക, അങ്ങനത്തെയാണ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കോണായിട്ട് കട്ട് ചെയ്യുമ്പോൾ, സാധാരണ നമ്മൾ സ്കേർട്ട് ചെയ്യുമ്പോൾ 2 സൈഡും കോണായിട്ട് കട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിരിക്കും കാണാൻ. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തം വേസ്റ്റ് അവിടെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ കുറച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ പ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ടോട്ടൽ വിഡ്ത്ത് എത്രയാണെന്ന് അളന്ന് നോക്കണം, ടോട്ടൽ വേസ്റ്റ് എത്രയാണെന്ന് അളന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ 38 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 മീറ്ററിൻ്റെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് മടക്കി എടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ 4 ആക്കിയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 38നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ആ 9.5 ഇഞ്ച് വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് നമ്മൾ വിഡ്ത്തായിട്ട്, ഡൗൺ വിഡ്ത്തായിട്ട് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ നിന്ന്. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വേണ്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതേ ആ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് താഴോട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് 35 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, ലൈനിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ഇനി ഇതേ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ 2 പോർഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ശേഷം 2 സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ 2 വശവും 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടുവാണ്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടു. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളോട്ട് ലൈനിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതേ സ്കേർട്ടൊന്ന് ഞാനൊന്ന് മറിച്ചിട്ടുണ്ട്. ഇനി ലൈനിങ് അപ്പടി എടുത്തിട്ട് സ്കേർട്ടിൻ്റെ ഉള്ളോട്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് വേസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അപ്പോൾ അതേ നമ്മൾ മെയിൻ സ്കേർട്ടിൻ്റെ ഉള്ളിലാക്കി ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ 2 സ്കേർട്ടിൻ്റെയും കൂടെ വേസ്റ്റുകൾ, മെയിൻ സ്കേർട്ടിൻ്റെ വേസ്റ്റും ലൈനിങ്ങിൻ്റെ വേസ്റ്റും കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ വേസ്റ്റുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേസ്റ്റ് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലീറ്റഡ് മെറ്റീരിയലിന് എടുത്തിട്ടുണ്ട്. അതൊന്ന് അയൺ ചെയ്തിട്ടാട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ 2ആക്കി മടക്കിയിട്ടാട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടോട്ടൽ നമ്മൾ 39 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതി വരുമ്പോൾ 19 ഇഞ്ച് വരും. അപ്പോൾ 19 ഇഞ്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അരയിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തതെന്ന് വെച്ചാൽ 2 സൈഡിൽ അരയിഞ്ച് എക്സ്ട്രാ എടുത്തു വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ചാണ് നമ്മൾ വിടുത്ത് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു ക്ലോത്ത് നമുക്ക് വേസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വേണ്ടോ തുടങ്ങാൻ. അതൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പിൻ ചെയ്ത് ഇങ്ങനെ പോവുക ചെയ്യുന്നത്. 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പിൻ ചെയ്തിട്ട് എടുക്കാൻ, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ടോട്ടലി ഇങ്ങനെ പിൻ ചെയ്തിട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മളിത് മൊത്തം പിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, ആ പിൻ ചെയ്ത് അവസാനിച്ച് അവിടെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് വിട്ട് തമ്മിൽ ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ അവസാനം വരുന്ന ഈ ഭാഗങ്ങൾ തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലോത്ത് വേസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് സ്റ്റിച്ച് ചെയ്തു, സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ക്ലോത്ത് എഡ്ജ് വശം, ഇതിൻ്റെ എഡ്ജ് വശം ഒന്നും കൂടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം, ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ കവർ ചെയ്യുന്ന രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് എഡ്ജ് വശം ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ കവർ ചെയ്യുന്ന രീതിക്ക് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇത് മൊത്തം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ഇങ്ങനെ ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാം പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 ഇഞ്ച് ഇതേ ഇങ്ങനൊന്ന് ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളിത് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 ഇഞ്ച് വിടുന്നത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിടാം, എന്നിട്ട് ബാക്കി മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു ഗ്യാപ്പ്. ഇനി അതിലോട്ട് നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. ഇലാസ്റ്റിക്കിൽ വേസ്റ്റിൽ ചുറ്റിയിട്ടാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഒരു 25 ഇഞ്ചാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ നമ്മൾ ആ വേസ്റ്റ് ബാൻഡ് ഉള്ളോട്ടാക്കിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ വേസ്റ്റ് ബാൻഡ്, അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതേ വേസ്റ്റ് ബാൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിതിൻ്റെ അടിവശത്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം ഈ ക്ലോത്ത് ഓൾറെഡി ലോക്കാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ റോഡ് ഹെമൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.